നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കൊട്ടാരക്കര ഷോർട്ട് ഫിലിം ഡോക്യുമെന്ററി ഫെസ്റ്റിവലിന്റെ ഭാഗമായി 12, 13, 14 തീയതികളിലായി കൊട്ടാരക്കര മിനർവ എംപയർ തിയേറ്ററിൽ 36 ഷോർട്ട് ഫിലിമുകളും 9 ഡോക്യുമെന്ററികളും പ്രദർശിപ്പിക്കുന്നു. ഇതിന്റെ ഭാഗമായി ഇന്ന് അമ്പലക്കര റിജൻസിയിൽ വെച്ച് പത്രസമ്മേളനം നടത്തി. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ, അത് 12, 13, 14 തീയതി 9 മുതൽ 1 മണി വരെ. അപ്പോൾ നമ്മുടെ അത് കഴിയും. ടൈം എല്ലാവർക്കും പ്രവേശിക്കാം, എത്ര പേർക്ക് വേണി വരാം. പിന്നെ വരുന്നവർക്ക് അവർക്ക് വരാം. ഫുഡൊന്നും നമുക്ക് ഇല്ല, അങ്ങനത്തെ സംവിധാനം ആർക്കും കൊടുക്കുന്നില്ല. കാരണം നമ്മൾ ഫീസ് മേടിക്കുന്നില്ല. ഇതുവരെ യാതൊരു ഫീസും മേടിച്ചിട്ടില്ല ആരുടെ കയ്യിൽ നിന്ന്, ഒരു രീതിയിലും എൻട്രി ഫീസ് മേടിച്ചിട്ടില്ല. അപ്പോൾ കാണാനുള്ള കൊടുക്കുക, അത് കണ്ടുപോയിട്ട് ഇപ്പോൾ നമുക്കറിയാം, ഞാൻ എടുക്കുന്ന സാധനമാണ് ഏറ്റവും മഹത്തരമെന്ന് എനിക്ക് തോന്നലുണ്ടാവും. അത് കാണാൻ വരുമ്പോൾ എന്നേക്കാൾ മികച്ചതുണ്ട്, മികച്ച ആൾക്കാരിന് തോന്നലുണ്ടാവുക. അത്തരത്തിലുള്ള കുറേ ഐറ്റംസ് ഇതിലുണ്ടെന്ന് ഉണ്ടായിരിക്കാം. പിന്നെ ഡോക്യുമെൻ്ററി 9 എണ്ണം പ്രദർശിപ്പിക്കുന്നത്. 20 എണ്ണം വന്നിരുന്നു, 9 സെലക്ട് ചെയ്തു. 60 എണ്ണം വന്നിരുന്നു, 36 സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇല്ല, ഇപ്പോൾ നമ്മൾ ഇത്തവണ മലയാളം മാത്രമേ ഉള്ളൂ. അടുത്ത വർഷം നമ്മൾ കുറച്ച് ചേഞ്ചസ് ഉണ്ടായിരിക്കും. ഉണ്ട്. KG ജോർജ് അടക്കമുള്ളവരുടെ ഡോക്യുമെൻ്ററി ഉണ്ട് ഇവിടെ. KG ജോർജ് മരിക്കുന്നതിന് മുമ്പ് ചെയ്ത വള്ളത്തോളം എന്നുള്ള ഡോക്യുമെൻ്ററി അടക്കം ഇതിൽ വന്നിട്ടുണ്ട്. അത് കുറച്ച് ദീർഘമുള്ളതാണ് ശരിക്കും. നമ്മളതിന് മേൽരാശാരുണ്ട്, പിന്നെ ഇത് നടികാരനെ അറിയപ്പെടുന്ന അടക്കം അഭിനയിച്ച് പലരും വന്നിട്ടുണ്ട്. പ്രശസ്ത ആൾക്കാർ വന്നിട്ടുണ്ട് ശരിക്കും. പിന്നെ ഫിലിം രംഗത്ത് ഏറ്റവും പ്രഗത്ഭരാണ് പലരും. വിചാരിച്ചിരിക്കുന്നതിൻ്റെ പല സംവിധായകരും പ്രഗത്ഭരാണ്. അല്ല, ചില കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. എന്നാലും ഇതിനകത്തുണ്ട്, എല്ലാവരുടെയും പേരുണ്ട്. അപ്പം അത് അടുത്ത വർഷം നിങ്ങൾ എല്ലാവരും ഇതിൽ അഭിനയിക്കുക, ഇതിനെ ഭാഗമാക്കാവണം എന്നുള്ളതാണ്. ഇത് എല്ലാവർക്കും പറ്റാവുന്ന സാധനമാണ് ശരിക്കും. കാരണം ഈ 1 മിനിറ്റ് സാധനത്തിനെ കാണുമ്പോഴല്ല നമ്മൾ ഞെട്ടിപ്പോവും ചിലത്. ഇപ്പം ഇത് മാത്രമല്ല, പലതും. ഇപ്പം എനിക്ക് തന്നെ കുറച്ച്, ഇപ്പോൾ അഞ്ചേട്ടനെ കുറച്ച് സാധനം ഇട്ട് വന്നു, നമ്മൾ കാണാൻ സാധനങ്ങൾ. അപ്പോൾ നമ്മൾ ഇത്രയും ചെറിയ സാധനങ്ങൾ, ഇത്രയും വിസ്ഫോടനം ഉണ്ടാക്കാവുന്ന സാധനങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. ആ രീതിയിലേക്ക് വരണം എന്നുള്ളതാണ്. അതെ. അല്ല, അവർക്ക് നമ്മൾ വേറെ കാര്യമുണ്ട്. 2 ഷോ അവർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് വൈകിട്ടത്തെ. എന്താ കാരണം അറിയാം? അല്ല, വേറെ കാര്യമുണ്ട്. ആ തിയേറ്റർ കിട്ടാൻ നമുക്ക് ചെയർമാനാണ്, നമ്മുടെ ചെയർമാനാണ് കാരണം. അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ട് വന്നില്ല. എന്നോട് ചോദിച്ചു. അത് മാത്രമല്ല, അതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇപ്പം ഈ മിനർവ എംപയർ നിൽക്കുന്ന സ്ഥലത്തായിരുന്നു ഈ ഫിലിം സൊസൈറ്റി ആസ്ഥാനം വർഷങ്ങളോളം. ആ സ്ഥലം വിറ്റപ്പോഴാണ് ഈ ഫിലിം സൊസൈറ്റി നിന്നുപോയത്. ആ സ്ഥലത്താണ് ഇപ്പോൾ ഈ എംപയർ നിൽക്കുന്നത്. അതിൻ്റെ ഒരു ഒബ്ലിഗേഷൻസൊക്കെ അവർ കാണുമായിരിക്കും. എന്നാലും ചെയർമാൻ്റെ ഇടപെടലാണ് ഇതിൻ്റെ സംഭവം. അതുപോലെ കൊട്ടാരയെ സംബന്ധിച്ച ഒരു തിയേറ്റർ എന്ന് പറയുമ്പോഴും ഇത്തരം ഒരു ഫിലിം സൊസൈറ്റിക്ക് വേണ്ടി സഹായം ചെയ്യേണ്ടതാണ്. പക്ഷെ അതവർ വളരെ മാന്യമായി ചെയ്യാൻ തയ്യാറുണ്ട്. ഉണ്ടാകണം. ഇപ്പം നമ്മൾ ഈ ലെനിൻ ലൈബ്രറിയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അതിനുള്ള സൗകര്യമുണ്ട്. തുടർന്ന് ഇതുണ്ടാകും. എന്തായാലും അറിയാം, നമുക്കതിന് ഉറപ്പ് പറയാൻ. ഇപ്പം നമ്മളിപ്പോൾ അല്ലാണ്ട് പരിചയപ്പെടുമ്പോൾ നിർമ്മാതാവ് ഇതിലാണെന്നല്ല, അദ്ദേഹം ബോർഡ് മെമ്പറാണത്. മറ്റേ സാംസ്കാരിക ക്ഷേമനിധിയുടെ ബോർഡ് മെമ്പറാണ് ഇപ്പോൾ. അതിന് മുമ്പ് ഫിലിം കോർപ്പറേഷനായിരുന്നു. അപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന ഇപ്പോൾ വിജയകൃഷ്ണൻ, വിജയകൃഷ്ണനാണ് സെൻസർ ബോർഡ് മെമ്പർ കൂടിയാണ് ഇപ്പോൾ. അപ്പോൾ അങ്ങനെ കുറേ ടീം നമ്മളോട് വന്നിട്ടുണ്ട്, വലിയ ടീമായിട്ട് വരും. പിന്നെ നമ്മൾ ഇപ്പോൾ അന്ന് നമുക്ക് ധനകാര്യമന്ത്രി നമ്മൾ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളതാണ് ശരിക്കും. അങ്ങനെ ഓരോ നമുക്ക് അപ്പോൾ കുറേ പേര്. പിന്നെ പറയാൻ വരുന്നൊരു കാര്യം, നമ്മളിവിടെ ഞങ്ങളൊരു ലിസ്റ്റ് എടുത്ത് വയ്ക്കുമ്പോൾ 25ഓളം പേരുണ്ട് പ്രമുഖരായിട്ട്, നിർമ്മാതാക്കളും അഭിനയിക്കും. പക്ഷെ അവരെ മൊത്തത്തിൽ ഇത്തവണ വേണ്ട, അടുത്ത ഏതെങ്കിലും നമ്മൾ, കാരണം ഇത് കണ്ടിട്ട് ഇത് പിള്ളേർ കളിയല്ല എന്നൊരു തോന്നലുണ്ടാക്കിയിട്ട് വളരെ ഗംഭീരമായിട്ട് അടുത്ത വർഷം അവരെയും കൂടി പങ്കെടുപ്പിച്ചിട്ട് അവർ വലിയൊരു ഈവൻ്റാക്കി മാറ്റാനാണ് നമ്മുടെ ഒരു ആഗ്രഹം പറഞ്ഞിരിക്കുന്നത് ഇവിടെ. ഇതൊക്കെ ഇപ്പോഴേ തുടങ്ങി. അപ്പോൾ അടുത്ത വർഷം നമ്മൾ ഇപ്പോഴേ തുടങ്ങി വയ്ക്കാം പതുക്കെ. പിന്നെ വേറെ കാര്യമുണ്ട്, ഇതിൽ നമ്മൾ സമയം ഇത്ര വർഷം എന്ന് പറഞ്ഞിട്ടില്ല. അടുത്ത വർഷം തുടങ്ങുകയാണെങ്കിൽ ഏറ്റവും അപ് ടു ഡേറ്റ് ആയിട്ടുള്ളത് മാത്രം 23 ലാസ്റ്റ് വരെയുള്ള എടുത്ത സാധനങ്ങളെ നമ്മൾ 24 പ്രദർശിപ്പിക്കുള്ളൂ. അല്ലാണ്ട് പഴയതൊന്നും ആയില്ല. ഏറ്റവും പുതിയതായിരിക്കാം. ഫീസും നമ്മൾ പറയുന്നു, കുറച്ചും കൂടിയും ഗൗരവം വരാൻ ഫീസും പറയും. കാരണം അല്ല, അങ്ങനെയല്ല. ഇത്തവണ നമ്മൾ
ടൈം വെച്ചില്ല, വർഷം നമ്മൾ വയ്ക്കാൻ പറ്റില്ല. കാര്യം വരുന്നല്ല, നമ്മൾ തുടക്കമല്ലേ, 2-3 വർഷം വരും ചിലപ്പോൾ. അപ്പോൾ ആദ്യം സംശയം എന്ന് പറഞ്ഞാൽ എത്ര എൻട്രി കാണും. ഇപ്പോൾ 2022 വിളിച്ചാൽ എത്ര എൻട്രി കിട്ടും എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മളല്ല എടുത്തത്. പക്ഷേ നെക്സ്റ്റ് ഇയർ വരുമ്പോഴത്തേക്ക് നമ്മൾ 2023 നിർമ്മിച്ച് അത് ഒരൊറ്റ എൻട്രി, ഒരു എൻട്രി ഒരാൾക്ക് ഒരു എൻട്രി. അത് ഉണ്ട്. അല്ല, അവരെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ശരിക്കും. അതിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടെന്നല്ല ഇതിന് പുതുതലമുറയിൽ അവരും താല്പര്യമുണ്ട്. അപ്പോൾ നമ്മൾ ആ വെണ്ടാറ് പോയപ്പോൾ തന്നെ അവർക്ക് ഏറ്റവും വെച്ചാൽ അവിടെ സിലബസിലുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ അവരാദ്യം എടുത്ത തീരുമാനം ഫിലിം ക്ലബ്ബ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒന്ന്. ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയി, ചേട്ടൻ്റെ സ്കൂളിലവിടെ പോയി. അവർ കഴിഞ്ഞ വർഷം ആലോചിച്ചിരിക്കുകയാണത് അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് കഴിഞ്ഞാൽ വെക്കേഷനിൽ ഫിലിം ക്ലബ്ബും നമ്മുടെ എല്ലാ സഹകളിലായിരിക്കും. അപ്പോൾ ഈ നമ്മുടെ ഭാഗത്ത് ഏതൊക്കെ സ്കൂളോ കോളേജുണ്ടോ പല ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ ഈ സിനിമയെ കൊണ്ടുവരണം എന്നുള്ളതാണ്. അത് കൊണ്ടുവരണം നമുക്ക് എല്ലാവരും. അപ്പോൾ ഞാനിത്തവണ ചില മാന്യ സുഹൃത്തുക്കളും കൂടി എല്ലാവരും പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങളും കൂടി വരണം, വന്ന് ഒരുമിച്ച് നിന്നാൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതുമാത്രമല്ല, ഇപ്പോൾ ഒരുപാട് കോളേജ്, ഇപ്പോൾ +2 അതോടൊപ്പം പിന്നെ കോളേജ് തലത്തിൽ ഒരുപാട് ഫിലിം പഠിക്കുന്ന തരത്തിലുള്ള കോഴ്സുകൾ വന്നിട്ടുണ്ട്. മാസ് കമ്മ്യൂണിക്കേഷൻ അത് തുടങ്ങിയുള്ള ഒരുപാട് കോഴ്സുകളുണ്ട്. അപ്പോൾ അതിനെല്ലാം ഈ കുട്ടികൾക്ക് വളരെ പ്രയോജനപ്പെടുന്ന തരത്തിൽ നമ്മളിപ്പോൾ പറഞ്ഞ ഇൻ്റർനാഷണൽ ലെവലിൽ സംവിധായകർ, അതോടൊപ്പം ടെക്നിക്കൽ സംഭവങ്ങൾ, ഇപ്പം ഒരു ക്യാമറാമാന്, ഒരു എഡിറ്റർ, അങ്ങനെയുള്ള വിവിധ ആൾക്കാരെ കൊണ്ടുവന്നിട്ടുള്ള വിവിധ ക്ലാസ്സുകൾ എടുക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അത് മാക്സിമം ഈ ഒരു ഫെസ്റ്റിവൽ കഴിയുമ്പോഴത്തേക്ക് കുട്ടികളുടെ ഒരു വലിയ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി നമ്മൾ ശ്രമം നടത്തും. ഇപ്പോൾ ഇങ്ങനെ ഒരു കോളേജുകളിൽ, +2 സ്കൂളുകളിൽ അവിടെ നമ്മുടെ ഫിലിം സൊസൈറ്റി, ഫിലിം ക്ലബ്ബുകൾ, അത് നമ്മുടെ ഫിലിം സൊസൈറ്റി അണ്ടറിൽ. അപ്പോൾ അവർക്ക് വേണ്ടുന്ന സംവിധായകരോ അല്ലെങ്കിൽ ടെക്നീഷ്യന്മാരെയോ ക്ലാസ് എടുക്കാൻ വേണ്ടി നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിലേക്ക് വരും. കാര്യം നമുക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഡോക്ടർ ബിജു ആയാലും, അതുപോലെ ഷാപ്രസാദ് ആയാലും, ഈ പറഞ്ഞ ഷാജിൻ കരനായാലും ഒക്കെ നമുക്ക് വിളിച്ചു കൊണ്ടുവന്ന് ഇവർക്കൊരു ക്ലാസ് കൊടുക്കുന്നതിനും അതോടൊപ്പം തന്നെ ഗൈഡൻസ് കൊടുക്കാനും ഒക്കെ കഴിയും. അപ്പോൾ ആ തരത്തിലേക്ക് നമ്മൾ മാറ്റാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സൊസൈറ്റി, ഫിലിം സൊസൈറ്റി പ്രവർത്തനം തുടർന്ന് അങ്ങനെ ആയിരിക്കും. എങ്കിൽ മാത്രമേ കുറച്ചുകൂടെ പബ്ലിക്കിൻ്റെ ഇൻവോൾവ്മെൻറ്റ് വരുള്ളൂ. പുതിയ തലമുറയ്ക്ക് എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. നമ്മളൊക്കെ പറയുന്നല്ലേ, ഇപ്പോൾ നിങ്ങൾ പ്രവർത്തകരൊക്കെ ടെക്നിക്കലായിട്ട് കൊച്ചു ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ പോലും ഇതെല്ലാം ചെയ്യുന്നുണ്ട്, എഡിറ്റിംഗ് ആയാലും മറ്റേയൊക്കെ. പക്ഷെ അതിനൊരു ഗൈഡൻസ് കൊടുത്താൽ വളരെ പ്രയോജനപ്പെടാൻ കഴിയും. അത് പത്രമാധ്യമ രംഗത്തായാലും മറ്റു ക്യാമറ രംഗത്തായാലും ഒക്കെ അവർക്ക് ഗുണം ചെയ്യുന്ന തരത്തിലേക്ക് വരും. ഫിലിം നിർമ്മിക്കാനും ഡയറക്റ്റ് ചെയ്യാനും ഒക്കെ അവർ കഴിയുന്ന തരത്തിലേക്ക് അവരെ വളർത്താൻ കഴിയും. അതിന് പത്രപ്രവർത്തനത്തിൽ നിങ്ങളുടെയൊക്കെ സഹായവും സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വിജയിക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടുന്ന എല്ലാം ഉണ്ടാകുമെന്ന പ്രതീക്ഷ എവിടെയാണ് നമുക്ക്. സ്ക്രീനിങ് കഴിഞ്ഞു. 60 ഷോർട്ട് ഫിലിമായിരുന്നു. അത് 36 കുറച്ച്. നമ്മൾ അത് വിജയകൃഷ്ണനും മറ്റേ ശരത്തും അടക്കമുള്ള ടീമാണ്, അവരാണ് ഇത് സെലക്ട് ചെയ്തത്. അപ്പോൾ വളരെ മോശമായത് ഒഴിവാക്കിയിട്ട് നമ്മൾ 36 വന്നു. ഡോക്യുമെൻ്റ് തന്നെ 20 ഉണ്ടായിരുന്നു, 9 അപ്പോൾ ക്വാളിറ്റി നിലവാരത്തിലുള്ള നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അവാർഡ് തുക ഏറ്റവും നല്ല ഷോർട്ട് ഫിലിമിന് 25,000 രൂപ, 25,000 മൊമെന്റ് നമ്മളിത് അവാർഡ് ഇത്. അവിടെ തന്നെ ഡോക്യുമെൻ്ററിക്ക് 25,000, മികച്ച സംവിധായകന് 10,000, ഛായാഗ്രാഹകന് 10,000, തിരക്കഥാകൃത്ത് 10,000, മികച്ച നടൻ 10, നടിക്ക് 10. പിന്നെ പങ്കെടുത്ത എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് കൊടുക്കും. പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർക്കും നമ്മൾ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്താൽ. വേറെ ഒന്നും ഇപ്പം നന്ദി രേഖപ്പെടുത്താനായി ഇവിടെ സെക്രട്ടറി ശ്രീകുമാർ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഈ ഫിലിം ഫെസ്റ്റിവൽ ഇത്രത്തോളം സോഫാർ ഒരു നല്ല ലെങ്തിൽ കൊണ്ടുപോകാൻ സഹായിച്ചത് നിങ്ങൾ മാധ്യമപ്രവർത്തകർ തന്നെയാണ്. പലയിടത്ത്, അതായത് നമ്മുടെ കേരളത്തിന്റെ ഇന്ന് പോലും എറണാകുളം തന്നെ വിളിച്ചു, കോഴിക്കോട് നിന്ന് ആൾക്കാർ വിളിച്ചു, അവിടുന്ന് വരെ നമുക്ക് ഷോർട്ട് ഫിലിംസ് വന്നു എന്നുള്ളത് വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ്. നിങ്ങൾ ഇത്രത്തോളം പത്രങ്ങളിൽ കൊടുത്തത് കൊണ്ടാണ്. ആദ്യമേ ഞാൻ ഇതിൻ്റെ ഒരു നന്ദി എനിക്ക് കൂടുതൽ അറിയിക്കേണ്ടത് ശ്രീ അനിൽകുമാർ സാറിനെയാണ്. ഒരു ബിസിനസ്മാൻ, ഒരു പ്രൊഡ്യൂസർ എന്നതിലുപരി നല്ലൊരു സംഘാടകനും ഇതിൻ്റെ ഒരു ഗൈഡൻസ് കറക്റ്റായിട്ട് തന്നത് കൊണ്ടാണ് ഈ ജനങ്ങളോട് ഇത് എത്തിച്ചേർന്നത്. അതിന് ഫിലിം സൊസൈറ്റിയുടെ പേരിൽ, എൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. അടുത്തത് നമ്മുടെ മുനിസിപ്പൽ ചെയർമാനെയാണ്, പറയാൻ വാക്കുകളില്ല. പുള്ളിയുടെ ഒരു മുനിസിപ്പൽ തലത്തിലും ഇപ്പം തിയേറ്റർ അലോട്ട് ചെയ്ത് തരുന്നതിലും ഗ്രൗണ്ട് അലോട്ട് ചെയ്ത് തരുന്നതിലും എല്ലാം ഒരുപാട് സഹായങ്ങൾ ചെയ്തു.
രമേശനും ഫിലിം സൊസൈറ്റിയുടെ പേരിൽ എൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. അടുത്തതായിട്ട് ഇതിൻ്റെ ഒരു ബാക്ക് ബോൺ എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഇത് ചുരുക്കണമെങ്കിലും പല്ലിശ്ശേരി സാറിനെ എടുത്തു പറയാതിരിക്കാൻ വയ്യ. പലപ്പോഴും ഞങ്ങളുടെ ഭക്ഷണവും വെള്ളം പോലും കുടിക്കാതെ ഓടി നടന്നാണ് ഇതിൻ്റെ കാര്യങ്ങളിൽ നടക്കുന്നത്. ഇപ്പം പോസ്റ്ററുകൾ ചെയ്യാനായാലും ശരി തന്നെ, ബാക്കി ബുക്ക്ലെറ്റുകൾ ചെയ്യാനായാലും ശരി തന്നെ, പുള്ളി അഹോരാത്രം നല്ലപോലെ കഷ്ടപ്പെട്ട് തന്നെയാണ് ഈ ഫിലിം ഫെസ്റ്റിവലിനോട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കി ഞാൻ എല്ലാ ഫിലിം സൊസൈറ്റി മെമ്പേഴ്സിനായാലും ശരി തന്നെ ഈ വേദിയിലും സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും ഒരു ഒറ്റ വാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. അല്ല, പത്രക്കാർക്കാണ് ഞാൻ ആദ്യം പറഞ്ഞത്, അവരുടെ ഒരു എഫേർട്ട് കൊണ്ട് മാത്രമാണ് ഇത്രത്തോളം സോഫാർ ഇത് പോയത്. അതിന് എൻ്റെ പേരിലും ഫിലിം സൊസൈറ്റിയുടെ പേരിലും എല്ലാവരുടെയും പേരിലും ഞങ്ങളുടെ വളരെ വിനീതമായ നന്ദി നിങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുന്നു. നന്ദി, നമസ്കാരം.